അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റീസണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. എനിക്കെന്താ വെച്ചാൽ സ്റ്റാർട്ടിങ് കയറാനൊരു ഫ്ലോ കിട്ടണുണ്ടോ. കാരണം എന്താ വെച്ചാൽ 3 ദിവസമൊക്കെ വ്ളോഗ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നാമത് ഞങ്ങളാരും മെൻ്റലി അല്ലെങ്കിൽ മാനസികപരമായിട്ടൊരു നല്ല നിലയിലല്ലായിരുന്നു. എല്ലാവരും ഭയങ്കര സങ്കടത്തിലായിരുന്നു. പിന്നെ മൊത്തത്തിൽ ഞങ്ങൾ അലട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ പുറത്ത് നടന്നുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ ഭയങ്കര വെറീഡായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് ചെറിയൊരു മോചനം കിട്ടിയതിൻ്റെ ശേഷമാണ് വീഡിയോ ഇടാൻ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. അപ്പം എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് പറഞ്ഞാൽ ഇപ്പം നടന്ന സംഭവങ്ങളെക്കുറിച്ച്, അതായത് ഈ സംഭവങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇന്ന ആൾക്കാർ ഇന്നത് ചെയ്തു, മറ്റേ ആൾക്കാർ മറിച്ചത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഓല് ചെയ്ത കാര്യങ്ങളൊക്കെ ചെറിയൊരു ബോക്സാക്കി ഒരു സൈഡിൽ കൊടുത്ത് അതിന് റിയാക്ഷനോ കാര്യങ്ങളോ കൊടുക്കുകയാണെങ്കിൽ എന്താണ് ഞങ്ങൾക്ക് ഇവരൊക്കെ ചെയ്തതിലൂടെ നഷ്ടപ്പെട്ടത് എന്നുള്ളൊരു സാധനം ഞങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ചിലപ്പം എനിക്ക് കുറേ ക്ലിക്ക് ബൈറ്റ് കിട്ടിയേക്കാം. വീഡിയോൻ്റെ പുറമേയുള്ള കുറേ ആൾക്കാർ പുറത്തുനിന്ന് വന്ന് വീഡിയോ കാണാം. ഇപ്പം സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ നിന്നൊരു 3-4 ഇരട്ടി എക്സ്ട്രാ ഓഡിയൻസിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇതൊരു കോൺട്രവേഴ്സി ടോപ്പിക് ആയതുകൊണ്ട് തന്നെ പല ആൾക്കാർ ഓഡിയൻസും വന്നിട്ട് ഇത് കാണും, പല കുട്ടികൾ കാണും, പല ആൾക്കാർ കാണും. അതായത് നമ്മൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണാത്ത പല ആൾക്കാരും വന്ന് കാണും. ഞങ്ങൾക്ക് ഉറപ്പാണ്. മറ്റുള്ളവരുടെ കാട്ടിലും ഇതിൽ നിന്നൊക്കെ ഇനിയിപ്പോൾ സാമ്പത്തിക ലാഭമോ അല്ലെങ്കിൽ വ്യൂവർഷിപ്പ് നോക്കുമ്പോൾ അതിനൊക്കെ ലാഭം ഉണ്ടാക്കും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സംഭവങ്ങൾ ഒരിക്കലും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, ഞാൻ പറഞ്ഞേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട സാധനത്തിന് ഒരിക്കലും ഇതൊന്നും ഈ കിട്ടുന്ന ഈ കോൺട്രവേഴ്സിയിൽ ഒരുപാട് ആവശ്യമില്ലാതെ സംസാരിച്ച് കിട്ടുന്ന സാധനത്തിൽ നിന്ന് കിട്ടുന്ന പൈസയോ പണമോ വ്യൂസോ ഇതൊന്നും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനൊരിക്കലും പകരാവില്ല.